എല്ലാവർക്കും നമസ്കാരം. കേരള ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് തെരണ്ടി കറി വെക്കുന്നത്, തേങ്ങ വറുത്തരച്ച് തെരണ്ടി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരു കിലോ ഉണ്ട്. ഇത് 1 കിലോ തെരണ്ടിയാണ്. നമുക്ക് അതിൻ്റെ വേണ്ടുന്ന ചേരുവകൾ നോക്കാം. ഒരു വലിയ മുറി തേങ്ങ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു വലിയ മുറി തേങ്ങ ഇത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മസാലകളൊക്കെ ചേർക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറമായി. ഇനി നമുക്ക് ഇതിനകത്ത് മസാലകൾ ചേർക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി, സിമ്മിലിട്ടിട്ട് മസാലകളൊക്കെ ചേർക്കുന്നത്. ഒരു ശകലം ഉലുവാപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കും. ഇത് മസാലയെല്ലാം ചൂടാവുന്നത് വരെ ഇളക്കാം. എന്നിട്ടത് വാങ്ങി വെച്ചിട്ട് ചൂട് പോകുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കണം. അത് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. തവയ്ക്കകത്തോട്ട് ഒഴിച്ച് കുടംപുളി വെള്ളത്തിൽ ഇട്ടിരുന്ന് അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അരിപ്പിൻ്റെ കൂടെ ഒരു തക്കാളിയും അരിഞ്ഞ് ചേർക്കാം. കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിരുന്ന ഈ വെള്ളം ഉൾപ്പെടെ പുളിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. തക്കാളി അരിഞ്ഞതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. ഉപ്പൂടെ ചേർക്കാം. തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. അരപ്പ് തിളച്ച് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. ഇനിയൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വാങ്ങാം. കുറുകി വരുമ്പം ഇത് അരപ്പൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വാങ്ങാം. തേങ്ങ വറുത്തരച്ച തെരണ്ടിക്കറി റെഡിയായി. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്.